എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 53-ഉം 54-ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാന്റെ സ്വപ്നത്തിൽ വന്നിട്ട് കാളിന്തി നദി തൻ്റെ ദുരവസ്ഥ വർണ്ണിക്കുകയാണെന്നാണ്. അതിൻ്റെ ഒരു അവസാനിപ്പിക്കലാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. 2 ശ്ലോകങ്ങളും ഉപജാതി വൃത്തത്തിലാണ് കവി രചിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 53-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാ മനഃശല്യമപാകുരുത്വം ദാമോദരത്വയ്യനുരാഗവത്യാ കൂലങ്കഷൗഘാപി തദാപി തുസ്തേ ബഭൂവ പാഷ്ണിദ്വയസോദകായ. ആദ്യം പദച്ഛേദം നോക്കാം. തസ്യാഹ മനഃശല്യം അപാകുരു ത്വം ദാമോദര ത്വയി അനുരാഗവത്യാഹ കൂലങ്കഷൗഘാ അപി തദാ പിതുഃ തേ ബഭൂവ പാഷ്ണിദ്വയസോദകാ യാ. എന്താണ് ഇവിടെ പറയണതെന്നാണെങ്കിൽ, അവളുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ ഭഗവാനെ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന്. അവൾക്ക് എന്ന് പറയുന്നത് കൊണ്ട് തനിക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീ രൂപത്തിൽ വന്ന് നിൽക്കണു. അപ്പോൾ പുഴയുടെ ദുഃഖം തീർത്തു കൊടുക്കണം എന്നാണ് കൃഷ്ണനോട് പറയണത്. അതുകൊണ്ട് വേറെ ഒരാളുടെ ദുഃഖം മാറ്റിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയണത് കൊണ്ടാണ് അവളുടെ എന്ന് പറഞ്ഞത്. അവള് അങ്ങയിൽ അനുരാഗവതി കൂടിയാണ്. അതാണ് ഇപ്രകാരം ഭഗവാനെ ശ്രീകൃഷ്ണ ത്വം ദാമോദര, ദാമോദര എന്നാണ് സംബോധന ചെയ്യുന്നത്. ഹേ ദാമോദര, ത്വം ത്വയി അനുരാഗവത്യാ തസ്യാ മനഃശല്യം അപാകുരു. ത്വയി അങ്ങയിൽ, അനുരാഗവത്യാ അനുരാഗം കാത്തു സൂക്ഷിക്കുന്നവളായ തസ്യാ, തസ്യാ കാളിന്ത്യാ, ആ കാളിന്തി നദിയുടെ മനഃശല്യം, മനസ്സിനുള്ളതായ ശല്യം. മനസ്സിന് ശല്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയ്ക്ക് വർദ്ധിച്ച വിഷത്തോടു കൂടിയ ഒരു പാമ്പ് ഈ വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്നു. ആ വെള്ളം കുടിക്കാനോ നദിയെ കാണാനോ നദിയുടെ സുഖം അനുഭവിക്കാനോ ഒറ്റ ആൾക്കാരും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നദിയുടെ ദുഃഖം. അതാണ് മനഃശല്യം എന്നുള്ളതിന് ഖേദം എന്നർത്ഥം. അങ്ങനെ ഖേദങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് തന്നെ ഉത്സാഹിക്കണം, അങ്ങ് തന്നെ വിചാരിക്കണം. മാത്രമല്ല, ആ നദിക്ക് ഇപ്പോൾ വലിയൊരു ശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഇവിടെ കവി അല്ലെങ്കിൽ കാളിന്തി നദിയുടെ വാക്കുകളിൽ കൂടെ കൃഷ്ണൻ അറിയണത്. ഇവിടെ പറയാണ്, തദാ പണ്ട് കാലത്ത് കൂലങ്കഷൗഘ അപി. കൂലങ്കഷൗഘ, കൂലം എന്ന് പറഞ്ഞാൽ തീരം, കൂലങ്കഷം എന്ന് പറഞ്ഞാൽ കൂലം കഷന്തി ഇതി, അല്ലെങ്കിൽ കൂലാനി കഷന്തി ഇതി കൂലങ്കഷ. കൂലങ്ങളെ കുത്തിയൊലിപ്പിച്ച് കളയുന്നവൾ, കുത്തിയൊലിച്ച് മഴക്കാലത്ത് തീരം ഇല്ലാതെയാക്കുന്നവൾ, തീരവും കവിഞ്ഞ് ഒഴുകുന്നവൾ, അപ്പോൾ തീരങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് കൂലങ്കഷ ഔഘ. ഔഘം എന്ന് പറഞ്ഞാൽ, ഓഘം എന്ന് പറഞ്ഞാൽ വേഗത. തീരങ്ങളെ നശിപ്പിക്കുന്ന അത്രയ്ക്ക് വേഗതയോട് കൂടിയിട്ട്, അത്രയ്ക്ക് ശക്തമായ പ്രവാഹത്തോടു കൂടി ഒഴുകിയിരുന്ന ആ നദി ഇപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു? അതിൻ്റെ സ്വഭാവം മുഴുവനും മാറി. നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ടേ ഉള്ളൂ. കാളിന്തിക്ക് അത്രയും വെള്ളം ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട്. അത്രയ്ക്കും ജലസമൃദ്ധി ആ നദിയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാകട്ടെ, അതാണ് തഥാ പണ്ട് കൂലങ്കഷൗഘ അപി, പണ്ട് കാലത്ത് നിറച്ച് വെള്ളം ഒഴുകിയിരുന്ന, നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്നവളായ ആ നദി ഇപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു? തേ പിതു, അങ്ങയുടെ അച്ഛന്, പാർഷ്ണിദ്വയസോദക യാ ബഭൂവ. യാ കൂലങ്കഷൗഘ, യാതൊരുവളായിരുന്നോ അന്ന് പണ്ട് കാലത്ത് കൂലങ്ങളെ, തീരങ്ങളെ തകർത്തൊഴുകിയിരുന്നത്, അവളിപ്പോൾ അങ്ങയുടെ അച്ഛൻ്റെ, അതാണ് തേ പിതു, അങ്ങയുടെ അച്ഛൻ്റെ പാർഷ്ണിദ്വയസോദക. പാർഷ്ണിദ്വയം എന്ന് പറഞ്ഞാൽ ഈ ഞെരിയാണിയാണ്. ഞെരിയാണി വരെ, അതായത് പാദം മുങ്ങണ അത്ര വെള്ളേ ഇപ്പോൾ അതിലുള്ളൂ. പണ്ട് കാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഒരു കണങ്കാലോളം വെള്ളമായിട്ട് തീർന്നിരിക്കുന്നു. അത് അനുഭവിച്ചവർ, അങ്ങയുടെ അച്ഛൻ ഒക്കെ ആ കൂട്ടത്തിൽ പെടും. അതാണ് തേ പിതു, അങ്ങയുടെ അച്ഛൻ്റെ കാല്, അങ്ങയുടെ അച്ഛൻ്റെ കണങ്കാല് നനയാനുള്ള വെള്ളമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതായത് മധുരയിൽ ജനിച്ച ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഈ കാളിന്തി നദി കടന്നിട്ട് അതിനെ തരണം ചെയ്തിട്ടാണ് വസുദേവര് അമ്പാടിയിലേക്ക് വന്നത്. അങ്ങനെ അമ്പാടിയിലേക്ക് വരുമ്പോൾ വരണ സമയത്ത് അത്രയും നിറഞ്ഞു കവിഞ്ഞ് കിടന്നിരുന്ന, മഴക്കാലമാണ്, നല്ലവണ്ണം നിറഞ്ഞു കവിയേണ്ടതായിട്ടുള്ള ആ നദിയിലെ വെള്ളമൊക്കെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. ആ നദിയിലെ വെള്ളം വസുദേവരുടെ കണങ്കാലോളമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതാണോ കാരണം? ഭഗവാന്റെ മഹിമ കൊണ്ടാണ് ഗഗനോച്ചല ജലഭരാം കളിന്താത്മജാം, ആ ഗഗനം വരെ ഉയർന്നു നിൽക്കുന്നതായ, അതായത് അത്രയ്ക്ക് വെള്ളം ഉൾക്കൊള്ളുന്നവളായ കാളിന്തി നദിയിലെ വെള്ളം നേരെ കണങ്കാല് വരെ ആക്കിക്കൊടുത്തു ഭഗവാൻ. ഭഗവാനെയും കൊണ്ടാണ് വസുദേവര് പോണത് എന്നുള്ളത് കൊണ്ട് എന്നാണ് അവിടെ വർണ്ണിച്ചതെങ്കിലും ഇവിടെ കാളിന്തി പറയാണ്, ഈ വിഷത്തിന്റെ ശക്തി കൊണ്ട് അതിലെ വെള്ളവും വറ്റിപ്പോകുന്നുണ്ട്, ഒട്ടും നന്നല്ലാത്ത വെള്ളവുമാണ്. അതുകൊണ്ട് അങ്ങയുടെ അച്ഛന് തന്നെ അറിയാമല്ലോ, അങ്ങയ്ക്ക് അറിയാമല്ലോ, അച്ഛൻ അങ്ങയെയും കൊണ്ട് മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് വരുമ്പോൾ കണങ്കാലോളമേ അതിൽ വെള്ളമുണ്ടായിരുന്നുള്ളൂ എന്ന്. അതാണ് പാർഷ്ണിദ്വയോസോദക യാ ബഭൂവ, അങ്ങനെയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ കാളിന്തിയുടെ ദുഃഖം തീർക്കാൻ അങ്ങയ്ക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് ഇവിടെ കാളിന്തി നദി പറയണത്. എന്തുകൊണ്ടാണ് അത് അത്രയും കാളിന്തി വന്ന് അപേക്ഷിക്കണത്? അവൾക്ക് അങ്ങയോട് വളരെ കടുത്ത അനുരാഗമുണ്ട്, എനിക്കെന്നാണ് പറയേണ്ടത്, പക്ഷെ അത് നദിയുടെ രൂപത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ആ കാളിന്തി നദി അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവര്, അല്ലെങ്കിൽ ആർക്കാണോ ഇഷ്ടമുള്ളത് അവരെ പരിഗണിക്കേണ്ടത് ഇഷ്ടപ്പെടുന്നവരുടെ കർത്തവ്യമാണല്ലോ. അപ്പോൾ കാളിന്തി നദിയെ അങ്ങ് സംരക്ഷിക്കണം എന്ന് കാളിന്തി തന്നെ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 54-ാമത്തെ ശ്ലോകം നോക്കൂ. ഇത്യുക്തവത്യാം ജലദേവതായാം പ്രീതഃ പ്രതിശ്രുത്യ തഥേതി കൃഷ്ണ വിസൃജ്യതാം വിസ്മയനീയഭൂതാം തത്യാജ നിദ്രാം സഹ പുണ്ടരീകൈ. പദച്ഛേദം നോക്കാം. ഇതി ഉക്തവത്യാം ജലദേവതായാം പ്രീതഃ പ്രതിശ്രുത്യ തഥാ ഇതി കൃഷ്ണ വിസൃജ്യ താം വിസ്മയനീയഭൂതാം തത്യാജ നിദ്രാം സഹ പുണ്ടരീകൈ. ഇതിൻ്റെ അർത്ഥം ഇതാണ്. അങ്ങനെ സ്വപ്നം തീർന്നു, ഭഗവാൻ ഉണർന്നു, അതാണ് ഇവിടെ പറയണത്. ഇതി ജലദേവതായാം ഉക്തവത്യാം സത്യാം, ഇപ്രകാരം ജലദേവതായാം, ജലദേവതയാൽ, ഉക്തവത്യാം, ജലദേവത പറഞ്ഞപ്പോൾ, ജലദേവതയാൽ പറയപ്പെട്ടപ്പോൾ എന്നും പറയാം. ജലദേവത ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞപ്പോൾ, അതാണ് സതിസപ്തമി. അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താണ് ചെയ്തത്? പ്രീതഃ കൃഷ്ണ തഥാ ഇതി പ്രതിശ്രുത്യ. പ്രീതഃ കൃഷ്ണ, സന്തുഷ്ടനായ കൃഷ്ണൻ, അതായത് തന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തന്നെ കാണാൻ തോന്നിയല്ലോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം സന്തോഷം തോന്നിയവനായിട്ടുള്ള കൃഷ്ണൻ, തഥാ ഇതി പ്രതിശ്രുത്യ, അങ്ങനെയാവട്ടെ, തഥാ ഇതി, അങ്ങനെയൊക്കെ ചെയ്യാം, കാളിന്തി നദിയുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റിക്കൊടുക്കാം എന്ന് പ്രതിശ്രുത്യ, പ്രതിജ്ഞായ, അതായത് വാക്കുകൊടുത്തിട്ട്, സത്യം ചെയ്തിട്ട്, താം വിസ്മയനീയ ഭൂതാം വിസൃജ്യ, താം വിസ്മയനീയ ഭൂതാം, ആ വിസ്മയനീയ ഭൂതയായിട്ടുള്ളവളെ, അതായത് വിസ്മയത്തിന് ആധാരമായിട്ടുള്ളവളെ, അവളെ കാണുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതമാണ്, കാണാൻ അതിസുന്ദരിയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു നദി വന്നിട്ട് തന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം അത്ഭുതങ്ങൾ തോന്നി ഭഗവാന്. അതുകൊണ്ടാണ് വിസ്മയനീയ ഭൂതാം താം വിസൃജ്യ എന്ന് പറഞ്ഞത്. ആ അത്ഭുതത്തിന് ആധാരമായിട്ടുള്ള അവളെ വിസൃജ്യ, പറഞ്ഞയച്ചിട്ട്, അതായത് സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞയച്ചു, സ്വപ്നം തീർന്നു, ഉറക്കമുണർന്നു എന്നാണ് പറയണത്. പുണ്ടരീകൈ സഹ നിദ്രാം തത്യാജ, പുണ്ടരീകങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ നിദ്രയെ ത്യജിച്ചു. എന്താണ് ഈ പുണ്ടരീകങ്ങളോട് കൂടിയിട്ട് ഉറക്കത്തിനെ ത്യജിച്ചു എന്ന് പറയുന്നത്? പുണ്ടരീകം എന്ന് പറഞ്ഞാൽ വെള്ളത്താമരയാണ്. വെള്ളത്താമരകളെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പുണ്ടരീക എന്ന്, പുണ്ടരീകം എന്നാണ്. അപ്പോൾ പുണ്ടരീകൈ സഹ, പുണ്ടരീകങ്ങളോട് കൂടിയിട്ട്, താമരകളോട് കൂടിയിട്ട് ഉറക്കം കളഞ്ഞു. താമരകൾ എപ്പോഴാണ് ഉറക്കം കളയുക? താമര എപ്പോഴാണ് ഉറക്കം കളയുക എന്ന് പറഞ്ഞാൽ താമര സങ്കോചത്തെ ത്യജിക്കണത്, താമര വിടരാൻ തുടങ്ങുന്നത് രാവിലെയാണ്, പ്രഭാതത്തിൽ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും
വെളുപ്പാങ്കാലത്ത് ഉണർന്നു. താമരകളും ഉറക്കം കളഞ്ഞു, ഭഗവാനും ഉറക്കം കളഞ്ഞു. ഭഗവാന്റെ താമര കണ്ണുകളിൽ നിന്നും ഉറക്കം പോയി, താമരകളിൽ നിന്നും ഉറക്കം പോയി. താമരകൾ സൂര്യൻ്റെ വരവായതോടു കൂടിയിട്ട് വിടരാൻ തുടങ്ങി. ഭഗവാൻ ഈ സ്വപ്നം കണ്ടതോടു കൂടിയിട്ട് ഉണരുകയും ചെയ്തു. കാളിന്തി നദി സ്വപ്നത്തിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കും എന്നുള്ളത് കൊണ്ട് കാളിന്തി നദിയുടെ വരവും കാളിന്തി നദിയുടെ ദുഃഖവുമൊക്കെ സ്വപ്നത്തിലാണ് കണ്ടതെങ്കിലും അത് മുഴുവനും ശമിക്കാൻ പോവുകയായി എന്നുള്ള ആ ഒരു സൂചന കൂടി ഇവിടെ കവി നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ വെളിച്ചായി. അടുത്തത് എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് ഭഗവാന്റെ ആലോചനയൊക്കെയാണ്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യാ മനഃശല്യമപാകുരുത്വം ദാമോദരത്വയ്യനുരാഗവത്യാ കൂലങ്കഷൗഘാപി തദാപി തുസ്തേ ബഭൂവ പാർഷ്ണിദ്വയസോദകായ ഇത്യുക്തവത്യാം ജലദേവതായാം പ്രീതഃ പ്രതിശ്രുത്യ തഥേതി കൃഷ്ണ വിസൃജ്യതാം വിസ്മയനീയഭൂതാം തത്യാജ നിദ്രാം സഹ പുണ്ടരീകൈ. 54-ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. താമരയോട് കൂടിയിട്ട് ഉറക്കത്തെ ത്യജിച്ചു എന്ന് പറയുമ്പോൾ താമര എപ്പോഴാണ് ഉറക്കം ത്യജിക്കുന്നതെന്നും താമര പോലെ തന്നെയാണ് ഭഗവാന്റെ കണ്ണ് എന്നുള്ള ആ ഒരു തോന്നൽ. താമര ഉറക്കം ത്യജിക്കുന്നത് പോലെ താമരക്കണ്ണനും ഉറക്കം ത്യജിച്ചു എന്നുള്ള ആ ഭംഗിയായിട്ടുള്ളൊരർത്ഥം ശ്രീകൃഷ്ണനെ വർണ്ണിക്കാൻ പ്രത്യേകിച്ച് പദങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ താമരയെ വർണ്ണിക്കുന്നതിൻ്റെ ആ ഒരു ശക്തിയിൽ ഭഗവാനിലേക്ക് ആ അർത്ഥം ഓടി ചെല്ലുന്നുണ്ട് എന്നുള്ളത് കവിയുടെ ആ പ്രാഗൽഭ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കാളിന്തിയുടെ വാക്കുകളായിട്ട് വർണ്ണിച്ച ചില ആവർത്തന വിരസതകളൊക്കെ ഈ ചില ശ്ലോകങ്ങൾ, ഇങ്ങനെയുള്ള ചില ശ്ലോകങ്ങളെ കൊണ്ട് കവി തീർത്തു തരുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.